അല്ല, ശ്രീ ഹസ്കർ ഇവിടെ പറയുന്നത്, അദ്ദേഹം കോൺഗ്രസിനെ എതിർത്തുകൊണ്ട് പറയുന്നത്, കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ചു വിട്ടു കഴിഞ്ഞാൽ ന്യൂനപക്ഷ സംരക്ഷകർ എന്ന രീതിയിൽ നിൽക്കുന്ന അവർ 5 വർഷം പ്രതിപക്ഷത്തിരിക്കുകയാണെങ്കിൽ പ്രതിപക്ഷത്ത്, അല്ലെങ്കിൽ അഥവാ ഭരിക്കുകയാണെങ്കിൽ അവരുടെ ഒപ്പം, എന്തായാലും പ്രതിപക്ഷം എന്നുള്ള അസംഷനിലായിരിക്കും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 5 വർഷം അവരവിടെ തന്നെ ഇരിക്കുമോ, അതിലുണ്ടാകുമോ എന്നുള്ള കാര്യത്തിനെ പറ്റി അവർക്ക് സംശയമുണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യ മുന്നണി ഇരിക്കാൻ പോകുന്നത് പ്രതിപക്ഷത്താണ് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു. രണ്ട്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പകരം അവർ ആരെ ട്രസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പൊ കേരളത്തിൽ ഒരുപക്ഷെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു BJP വിരുദ്ധ വോട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ട് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് കോൺഗ്രസിന് തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുന്ന കോൺഗ്രസ്സുകാരോട് അവർ 5 വർഷവും അവിടെ തന്നെ ഇരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര CPM-കാർ അവിടെ പോയിരിക്കാനാണ്? എന്തിനാണ് ഈ CPM-ന് ഈ വോട്ട് കൊടുക്കുന്നത്? നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ CPM-കാർ എത്ര സീറ്റിലാണ് മത്സരിക്കുക? വലിയ കാര്യത്തിൽ ഇവിടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയും ഒക്കെ ഇറക്കി വരുന്ന ആൾക്കാർ മൊത്തത്തിൽ മത്സരിക്കുന്നത് ഏതാ? 50 സീറ്റിലുണ്ടോ, അതോ 40 സീറ്റിലോ? അത്ര സീറ്റുകളിൽ മാത്രം മത്സരിച്ചതിന് ശേഷം ഞങ്ങളിവിടെ ഭരണഘടനാ സംരക്ഷകരാണ്, ഞങ്ങളിവിടെ ജനാധിപത്യത്തിന്റെ കാവലാളാണ്, ഞങ്ങളാണ് ന്യൂനപക്ഷ സംരക്ഷകർ എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രമേ ഈ ന്യൂനപക്ഷങ്ങൾ ഉള്ളോ? ശ്രീ ഹസ്കർ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങളുള്ള മറ്റ് സംസ്ഥാനങ്ങളുണ്ട്, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷങ്ങളായിരിക്കുന്ന അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടുന്ന മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. അവിടെയൊക്കെ CPM എവിടെയാണ്? ഇടതുപക്ഷ പാർട്ടികൾ എവിടെയാണ്? പേരിന് അങ്ങും ഇങ്ങുമൊക്കെ ഒന്നോ രണ്ടോ ഇടത്തൊക്കെ മത്സരിക്കുന്നു, അതും മറ്റുള്ള പല ആൾക്കാരുടെയും ചെലവിൽ, എന്നതിനപ്പുറത്തേക്ക് CPM എവിടെയാണ് ഇരിക്കുന്നത്? അപ്പൊ കേരളത്തിലുള്ള മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കോ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കോ മാത്രമായിട്ട് ഒരു പ്രത്യേക സംരക്ഷണവും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പാർട്ടിയും എന്ന രീതിയിലത്തേക്കൊക്കെ പറയുകയാണെങ്കിൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പാടെ മറന്നുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇവിടെയുള്ള ആൾക്കാർക്ക് പിന്നെ BJP വിരുദ്ധ വോട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ അത് കോൺഗ്രസ് തന്നെയാണ്. അതല്ലാതെ അവിടേക്ക് CPM ആണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ 11 സീറ്റ് കിട്ടി തെരഞ്ഞെടുപ്പിൽ അവരുടെ പാർട്ടി ചിഹ്നം പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും ദേശീയ പാർട്ടി എന്നുള്ള ഒരു ഇമേജ് അവിടെ നിലനിർത്തുന്നതിനും വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പാർട്ടി അതിനേക്കാൾ അപ്പുറത്തേക്ക് വളർന്നുകൊണ്ട് ഈ പോയി മറ്റുള്ള ആൾക്കാരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ എല്ലാവരുടെയും കൂടെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കുമെന്ന രീതിയിലത്തേക്കൊക്കെ പറയുക എന്ന് പറയുന്നത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ്. അങ്ങനെയുള്ള മലർപ്പൊടിക്കാരന്മാരായിട്ടുള്ള കുറെ അധികം നേതാക്കൾ ഇവിടെ ഇരുന്നിട്ട് പ്രസ്താവന നടത്തുന്നുണ്ട്. പക്ഷേ ആ മലർപ്പൊടിക്കാരന്മാരായിട്ടുള്ള നേതാക്കൾക്ക് പോലും ഇവിടെ പറയാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് 10 സീറ്റ് കിട്ടുമെന്ന്. 10 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും നേതാവുണ്ടോ? ഞാനും കണ്ടതാണ് മഞ്ജുഷ ഇവിടെ പറഞ്ഞിരിക്കുന്ന അഭിമുഖം. 2 സീറ്റ് കിട്ടിയാൽ തന്നെ അത് വലിയ കാര്യമല്ലേ എന്ന രീതിയിൽ, ഞങ്ങൾക്ക് ഇരട്ടി വളർച്ചയില്ലേ എന്ന രീതിയിലത്തേക്കൊക്കെ പറയുന്ന രീതിയിലുള്ള പൊടി ക്യാപ്സൂളുകൾ ഇപ്പോൾ തന്നെ തയ്യാറാണ്. അപ്പൊ അതിന്റെ പുറത്തേക്ക് ഓരോ മണ്ഡലം അനുസരിച്ച് വീണ്ടും വീണ്ടും ക്യാപ്സൂളുകൾ വെക്കാം. ഇപ്പൊ ഇവിടെ തൃശ്ശൂരിലാണെങ്കിൽ വേണമെങ്കിൽ അവിടെ ഒരു റിസൾട്ട് വരുന്നു, അവിടെ BJP-യോ കോൺഗ്രസോ ജയിക്കുകയാണ് എങ്കിൽ മറ്റൊരു ക്യാപ്സൂളോടെ ഇറക്കാം. പൂരം എന്ന് പറയുന്നത് ഒരു പ്രശ്നമായി എന്ന രീതിയിലത്തേക്ക് ഒരു ക്യാപ്സൂൾ ഇറക്കാം. അതേപോലെ തിരുവനന്തപുരത്ത് 7-6 സീറ്റുകളും ജയിച്ചിരിക്കുന്ന സ്ഥലത്ത് മൂന്നാമത് പോയി കഴിഞ്ഞാൽ എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണ് അവിടെ ഉണ്ടാവുക? അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള റിസൾട്ട് എന്ത് പറഞ്ഞിട്ട് നിങ്ങൾ ന്യായീകരിക്കും? പത്തനംതിട്ട 7-7 ജയിച്ചിരിക്കുന്ന സ്ഥലമാണ്, പക്ഷെ അവിടെ എന്തായിരിക്കും വരിക? അപ്പോൾ ഓരോ മണ്ഡലത്തിലും വരാൻ പോകുന്ന ഫലം എന്താണ് എന്നതിനെ കൂട്ടി അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ നേരത്തെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള പല പല ക്യാപ്സൂളുകൾ ഇനി വരുന്ന 5 ആഴ്ച സമയത്തിനുള്ളിൽ തയ്യാറാണ്. ഇപ്പോൾ കൂടുതൽ പേരും പറയുന്നു, ഇപ്പോൾ ഹസ്കർ പോലും പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ അല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ LDF-ഉം BJP-യും നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥലമാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ എന്ന് പറയാമായിരുന്നു പൂർണ്ണമായിട്ടും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സിറ്റുവേഷൻ എന്നുള്ളത് കൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം ജനങ്ങൾ ചിന്തിക്കുമെന്ന് പറയുന്നത്. അതും ഇപ്പോൾ അംഗീകരിക്കാൻ CPM-ന്റെ ആളുകൾ തയ്യാറല്ല. ശ്രീജിത്ത് പണിക്കർ അല്ല, അത് തയ്യാറല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യം തന്നെ ഒരു കൃത്യമായിട്ടുള്ള നിലപാടെടുക്കണമായിരുന്നു. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒന്നിച്ചു മത്സരിക്കുന്നു. കാരണം ഇതൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ്. ഇത് സംസ്ഥാനത്തെ രാഷ്ട്രീയമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്, ദേശീയ രാഷ്ട്രീയമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ജനാധിപത്യ സംരക്ഷകരാണ്, ഭരണഘടനാ സംരക്ഷകരായിട്ടുള്ള ആൾക്കാരുടെ കൂട്ടായ്മയാണ് എന്നുള്ള അവരുടെ ആ ഒരു സന്ദേശത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ അതിന്റെ പേരിൽ ഇവിടെ ഒന്നിച്ചു മത്സരിക്കുന്നു എന്ന് പറയാമായിരുന്നു. എന്നാൽ ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഐക്യം ഇവിടെ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരൊറ്റ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പാർട്ടികൾക്കും സ്വന്തമായിട്ട് കേരളത്തിൽ വലിയ സ്വാധീനമുണ്ട് എന്നാണ്. അപ്പോൾ അവരിവിടെ ടെസ്റ്റ് ചെയ്യുന്ന ബലാബലം എന്ന് പറയുന്നത് സ്വന്തം പാർട്ടിയുടെ സ്വാധീനമാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തലിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് സംസ്ഥാന സർക്കാരിന്റെ കാര്യങ്ങളാണ്. ഇവിടെ പിന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെതായിട്ടുള്ള ഏതെങ്കിലും ഒരു കോമൺ മിനിമം പ്രോഗ്രാമിനെ പറ്റി ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പോയപ്പോൾ പറഞ്ഞിരുന്നോ? ഇല്ല. അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ CPM-ന്റെ നയമാണ്.
CPM-ന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഔദ്യോഗികമായിട്ട് ഏതൊക്കെ വിഷയങ്ങളെപ്പറ്റി പരാമർശിക്കുന്നുണ്ടോ ആ വിഷയങ്ങളെപ്പറ്റി മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇന്ത്യ അലയൻസിന്റെ കോമൺ മിനിമം പ്രോഗ്രാമിനെ പറ്റി പറയുന്നില്ല. ഇന്ത്യ അലയൻസ് വന്നാൽ, അധികാരത്തിൽ വന്നാൽ ഒരുപക്ഷെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി തുറന്നു കാട്ടപ്പെടുന്ന അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിയെ പോലും ബാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. എന്ത് ഐക്യമാണ് അവിടെ ഉള്ളത്? അപ്പോൾ കോൺഗ്രസിന്റെ കാര്യത്തിൽ കുഴപ്പമുണ്ടാകുന്നു. ശ്രീ ഹസ്കർ തന്നെ ഇവിടെ വന്നിട്ട് സാം പിട്രോഡയുടെ സ്റ്റേറ്റ്മെന്റിലുള്ള കുറ്റം പറയുന്നു. രാഹുൽ ഗാന്ധിയെ പറ്റിയും രാഹുൽ ഗാന്ധിയുടെ അമ്മൂമ്മയെ പറ്റിയുമുള്ള പരാമർശങ്ങൾ നടത്തുന്നു. നിങ്ങളുടെ പഴയ പേര് എന്നെ കൊണ്ട് വിളിപ്പിക്കരുത് എന്ന രീതിയിലത്തേക്ക് മുഖ്യമന്ത്രി പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് കേരളത്തിലെ CPM-ന്റെ ഭരണത്തിനെ പറ്റിയിട്ടുള്ള വികാരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് വെറുതെ എടുത്തിട്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ എടുത്ത് നോക്കിക്കോളൂ. CPM-ന്റെ ഔദ്യോഗികമായിട്ടുള്ളത് അതിൽ അവർ പറയുന്നത് മുഴുവൻ CPM-ന്റെ നേട്ടങ്ങൾ എന്ന രീതിയിലാണ്. ഇന്ന് പത്രങ്ങളിലെല്ലാം CPM-ന്റെ പരസ്യം വന്നിട്ടുണ്ടല്ലോ. ആ പരസ്യത്തിൽ സർക്കാരിന്റെ പരസ്യം എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സുപ്രഭാതം പത്രത്തിൽ ഏത് രാഷ്ട്രീയത്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? ആരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? പൗരത്വ ഭേദഗതി നിയമത്തിനെ പറ്റിയാണോ? ദീപിക പത്രത്തിലേക്ക് പോകുന്ന സമയത്ത് എന്തിനെ പറ്റിയാണ് പറയുന്നത്? മണിപ്പൂരിനെ പറ്റിയാണോ? അപ്പോൾ കൃത്യമായിട്ട് ഏതൊക്കെ പ്രദേശങ്ങളിൽ ഏതൊക്കെ ആൾക്കാരെ കേട്ടർ ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെ വിഷയങ്ങൾ പറയണം എന്നൊക്കെ CPM-ന് അറിയാം. അതിൽ ദേശീയ രാഷ്ട്രീയം പറയേണ്ടുന്ന സ്ഥലത്ത് അത് മതപരമായിട്ടുള്ള കാരണങ്ങളാൽ പറയേണ്ടിടത്ത് അത് പറയുന്നു. അതല്ലാതെ മറ്റുള്ള വിഷയങ്ങൾ സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള മാത്രം കാര്യങ്ങൾ പറയേണ്ട സമയത്ത് അത് പറയുന്നു. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും പ്രസംഗങ്ങളിൽ വരുന്നതുമെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്നുള്ളതാണ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്ഥാനാർത്ഥികൾ പറയുന്നത് നോക്കുള്ളൂ. കൊല്ലത്തുള്ള മുകേഷിനെ നോക്കിയാൽ അങ്ങനെയാണെങ്കിൽ അത് ആത്മവിശ്വാസത്തിന്റെ സൂചനയാണല്ലോ. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളാണ് കൂടുതൽ പറയുന്നത് എങ്കിൽ തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഫലം മറിച്ചാണ് എങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ തന്നെയാണ് ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എടുക്കാനായിട്ട് ഇവിടെ വോട്ടർമാർ ഉണ്ടായിരുന്നില്ല എന്നുകൂടി അന്ന് പറയേണ്ടി വരും. അത് ആ ഒരു ചലഞ്ച് ഞങ്ങൾ ഏറ്റെടുക്കാമെന്നുള്ളത് ഈ സമയത്ത് അവർ പറയുന്നില്ല എന്നതുകൊണ്ട് തന്നെ അവരുടെ ആത്മവിശ്വാസം തുലോം കുറവാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി.